ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ എന്താണ് പല്ല് ക്ലീൻ ചെയ്യാതിരിക്കുക, പല്ലിൻ്റെ ഇനാമൽ നഷ്ടമാകും. ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? പ്രത്യേകിച്ച് വിഭിന്നമായ ഒരു അഭിപ്രായം കാണില്ല. ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളും ഇത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ പോകും. അതുകൊണ്ടാണ് പലപ്പോഴും പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം സെൻസിറ്റിവിറ്റി തോന്നുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം. ഇതിനു മുമ്പ് പല വീഡിയോസ് ഡെന്റൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഡെന്റൽ ക്ലീനിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തു. പല രീതിയിൽ ആനിമേഷൻസിലൂടെ അല്ലെങ്കിൽ ലൈവ് പേഷ്യൻ്റ് വീഡിയോസിലൂടെ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ആ വിഷയം പറയുകയാണ്. കാരണം നമുക്ക് പിന്നീട് കമൻറ്റുകൾ വന്നു, ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇനാമൽ ലോസ് ഉണ്ടാകുമോ, പല്ലിന് ചീത്തയാണോ, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി എന്നും നിലനിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ വരികയുണ്ടായി. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് ചില വീഡിയോസുകളും കാണുകയുണ്ടായി. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ വിഷയത്തിലോട്ട് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ഡെന്റൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഡെന്റൽ ക്ലീനിങ്, ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇത്തരത്തിൽ നിങ്ങളുടെ പല്ലുകളിൽ ഫലകങ്ങൾ അഥവാ കാൽക്കുലസ് അടിയുമ്പോഴാണ്, അത് കക്ക എന്ന് പറയും, കാൽക്കുലസ് അടിയുമ്പോഴാണ് നിങ്ങൾക്ക് ഡെന്റൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് അനിവാര്യമായി വരുന്നത്. കാരണം ഇത് നല്ല ഹാർഡായിട്ടുള്ള ഒന്നാണ് അല്ലേ, കാൽസിഫൈഡ് മാസാണ്. ഇതിനെ നിങ്ങൾക്കൊരു ബ്രഷിങ്ങിലൂടെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എത്ര പ്രഷർ കൊടുത്ത് ബ്രഷ് ചെയ്താലും ഇത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി അത് കാൽസിഫൈഡ് ആയി കട്ട പിടിച്ചു പോയ ഒന്നാണ് അല്ലേ. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരാവശിഷ്ടങ്ങൾ, അതായത് ചെറിയൊരു ഫിലിം പോലെയാണ്, പ്ലാക്ക് എന്ന് പറയുന്ന ചെറിയൊരു ഫിലിം പോലെയാണ് ഫസ്റ്റ് നമ്മുടെ പല്ലിൻ്റെ സർഫസിൽ അടിയുക. പിന്നീട് അത് കാലക്രമേണ കൃത്യമായിട്ട് നമ്മൾ നീക്കം ചെയ്യാതിരിക്കുമ്പോൾ അത് കാലക്രമേണ അത് ബാക്ടീരിയയുമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പിന്നീട് കാൽസിഫിക്കേഷൻ സംഭവിക്കുകയും ചെയ്ത് കാലക്രമേണ കക്കായായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു നീണ്ട പ്രോസസ്സാണിത്. അപ്പോൾ ഈ കാൽസിഫൈഡ് മാസ് ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾ ഡെന്റൽ സ്കെയിലിംഗ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത്. ഇത് നമുക്കൊരു സ്കെയിലിംഗ് മെഷീൻ ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വലി ക്ലിനിക്കുകൾ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് മെഷീനാണ്. മുമ്പ് നമ്മുടെ ചേർന്ന ഓരോ എക്യുപ്മെൻറ്റുകളും ഓരോ പാർട്ടുകളും നമ്മൾ വിശദീകരിച്ച സമയങ്ങളിൽ ഡെന്റൽ സ്കെയിലർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ടിപ്പുകളൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാലും നിങ്ങളുടെ അറിവിലോട്ട് വേണ്ടി ഞാനൊരു ഇമേജ് കാണിക്കുന്നു. ഇതാണ് ഡെന്റൽ സ്കെയിലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിന് സ്കെയിലർ ടിപ്പുകളുണ്ട്, ചെറിയ ചെറിയ ബ്ലേഡുകളുണ്ട്. ഈ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് ഈ കക്കകൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് സെൻസിറ്റിവിറ്റി എന്നൊരു പാർട്ടിനെ പറ്റിയും ഇനാമലിൻ്റെ ആരോഗ്യത്തെ പറ്റിയുമാണ് അല്ലേ. ഇനി നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ, പല്ല് ക്ലീൻ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നിങ്ങൾ തുപ്പുന്ന അവസരങ്ങളിൽ ചെറിയ ചെറിയ പാർട്ടുകൾ, പല്ല് പോലെ തോന്നിക്കുന്ന, പല്ലിൻ്റെ കളറിലുള്ള അല്ലെങ്കിൽ ഇത്തിരി കളർ വ്യത്യാസമുള്ള, കറുപ്പ് കളറോ ഒക്കെയുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ തരികൾ നിങ്ങൾ തുപ്പുന്ന ആ ഒരു തുപ്പലിൻ്റെ കൂടെ വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ഇത് പല്ലിൻ്റെ പാർട്ട് അടന്നു പോകുന്നതാണ് എന്നതാണ്. പക്ഷേ അതല്ല സത്യം. സത്യത്തിൽ ആ പറ്റി പിടിച്ചിരുന്ന കക്കായാണ് ആ വിട്ടുപോകുന്നത്. ഒരിക്കലും നിങ്ങളുടെ പല്ലിൻ്റെ പാർട്ട് സ്കെയിലർ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അത് വിട്ടുപോകുകയോ ചെയ്യില്ല. ഇതിൽ ഉപയോഗിക്കുന്ന ബ്ലേഡുകളാണ്. ഈ ബ്ലേഡുകൾക്ക് പല്ലുകളെ ഡ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ ട്രിം ചെയ്യാനോ ഉള്ള കഴിവോ കാപ്പബിലിറ്റി ഒന്നുമില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ സർഫസിലിരിക്കുന്ന കാൽക്കുലസ്, നിങ്ങളുടെ മോണയ്ക്കടിയിലുള്ള കാൽക്കുലസ്, ഇതൊക്കെ നമുക്ക് എടുത്തു കളയാൻ സഹായിക്കുന്ന മെഷീനാണിത്. ഓക്കെ, അൾട്രാസോണിക് സ്കെയിലർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്യപ്പെടും. കാരണം ഇത് പ്രവർത്തിക്കുന്ന സമയത്തെ ചൂട് നിങ്ങൾക്ക് ഇച്ചിരി ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. ആ ഒരു ചൂട് നിങ്ങൾ അറിയാതിരിക്കാനും വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയറിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി വെള്ളം കൂടെ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ്റെ പ്രവർത്തനം ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പല്ലിൻ്റെ പാർട്ട് വിട്ടുപോകുന്നില്ല. ഇനി അടുത്തൊരു സംശയം വരുന്നത്, ഡോക്ടർ പറഞ്ഞു ഇനാമൽ വിട്ടു പോകുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഡെന്റൽ ക്ലീനിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നത്? യൂഷ്വലി ഇനാമൽ ലോസ് വരുമ്പോഴാണല്ലോ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നത് അല്ലേ? അതല്ലേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്ന ചോദ്യം. ഇപ്പം നിങ്ങൾ അറിയേണ്ട വേറൊരു വസ്തുത, ഇത്രയും നാൾ നിങ്ങളുടെ കക്ക അടിഞ്ഞിരുന്നു. ഈ കക്ക അടിഞ്ഞിരുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ അവിടെ വസിക്കുകയും അത് നിങ്ങളുടെ മോണയെയും ചുറ്റുമുള്ള ടിഷ്യൂസിനെയൊക്കെ ഡാമേജ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബാക്ടീരിയൽ കോളനി ആയിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ
നിങ്ങളുടെ മോണ അത്രയും ഒരു ഹെൽത്തി ഒരു അവസ്ഥയിലല്ല ഉള്ളത്. പിന്നെ ഇങ്ങനെ ഈ കക്ക അടിഞ്ഞതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മോണ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും, മോണ ഇറക്കുമെന്ന് പറയും, അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കക്ക എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ മോണ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടിൻ്റെ ഭാഗം കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയും മാത്രമല്ല ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ മോണ പെട്ടെന്ന് വെള്ളമായിട്ടും ഒക്കെ കോൺടാക്റ്റിൽ വരുമ്പോൾ ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇത് ഒരു സ്കെയിലിങ്ങിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് അല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങളുടെ വായിലിരുന്ന കക്കായുടെ ഒരു സൈഡ് ഇഫക്റ്റാണ്. ആ കക്ക നീക്കം ചെയ്തപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നന്നായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള മാത്രമേ അവിടെ വരുന്ന വ്യത്യാസമുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മോണയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ മരുന്നുകളും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈവൻ മൗത്ത് വാഷ് പോലും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായൊരു റിസൾട്ട്, നിങ്ങൾക്ക് ബാഡ് ബ്രത്ത് പോകണം, നിങ്ങളുടെ വായനാറ്റം കുറയ്ക്കണം, നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കുറയണം, നിങ്ങളുടെ ബോണയുടെ ബ്ലീഡിങ് കുറയണം, ഇതൊക്കെ കുറയണമെങ്കിൽ ഫസ്റ്റ് ഈ സ്കെയിലിംഗ് ചെയ്ത് ക്ലീനിങ് ചെയ്തതിന് ശേഷം മരുന്നുകളും അതിനുള്ള പ്രക്രിയകളും ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. സോ ഇതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കക്കായാണ് ആ സെൻസിറ്റിവിറ്റിക്ക് കാരണം, അതുമൂലം നിങ്ങൾക്കുണ്ടായ അണുബാധയാണ് ആ ഒരു സെൻസിറ്റിവിറ്റിക്ക് കാരണം. ഈ കക്ക എടുത്ത് കളഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് മാത്രമാണ് അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ചിലർ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പല്ലിന് ആട്ടം സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ പല്ല് ക്ലീൻ ചെയ്തു എൻ്റെ ശക്തിക്ക് ഡോക്ടർ ക്ലീൻ ചെയ്തത് കൊണ്ടാണോ എൻ്റെ പല്ല് ആടാൻ തുടങ്ങിയത്? അതും എല്ലാവർക്കുള്ള സംശയമാണ്, കുറേ പേർക്ക് അത് അനുഭവം ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, അത്രയും നാളെ നിങ്ങളുടെ പല്ലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് ആ കക്കായായിരുന്നു. ആ കക്കായ അഴുക്ക് നിങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ ആ പല്ലിൻ്റെ സപ്പോർട്ട് അവിടെ പോവുകയും പല്ല് ഇളകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓൾറെഡി ആ പല്ല് ഇളകിയ പല്ലായിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ആ പല്ലിൻ്റെ ബാക്കി ലിഗമെൻറ്റുകളും താഴെയുള്ള ടിഷ്യൂസും ഒക്കെ ഈ കക്കായും ഈ ഒരു ബാക്ടീരിയ കാരണം ഓൾറെഡി നശിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ അതിന് സപ്പോർട്ടില്ലാതെ അത് ആടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും കക്ക ഒട്ടി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ അതറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കക്ക എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ആട്ടം നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ വരികയും നിങ്ങളത് തിരിച്ചറിയുകയും ചെയ്യുകയാണ് യാഥാർത്ഥ്യം. ഇവിടെയും സ്കെയിലിങ്ങിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് അല്ല ഈ ആട്ടം, ഓൾറെഡി നശിച്ച പെരിഡോണ്ടൽ ലിഗമെൻ്റ് ആണ്. ആ പെരിഡോണ്ടൽ ലിഗമെൻ്റ് നശിക്കാൻ കാരണം മുമ്പിരുന്ന കക്കായാണ്. അതാണ് അവിടുത്തെയും ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വായുടെ ആരോഗ്യത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പല്ല് ആടുന്ന സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ ഇത്ര സെൻസിറ്റിവിറ്റി വരുന്ന സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ പല്ലിന് ബ്ലീഡിങ് വരുന്ന സ്റ്റേജിലോട്ടോ അത്ര സമയമൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നേ. നമ്മൾ വർഷത്തിലൊരിക്കൽ, അതായത് 6 മാസത്തിലൊരിക്കൽ നമ്മൾ ഈ ഒരു ഡെൻ്റൽ ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് ചെയ്തിരിക്കേണ്ട ഒന്നാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഇത് സംബന്ധിച്ചുള്ള മോണരോഗങ്ങളോ അല്ലെങ്കിൽ പെരിയോഡോണ്ടൽ ഡിസീസസുകളോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്യാതെ നമ്മളിതൊരു സിവിയർ ഘട്ടത്തിലൂടെ എത്തിയിട്ട് ഈ സ്കെയിലിങ്ങിന് പോകുമ്പോഴാണ് ഈ ഒരു സ്കെയിലിങ്ങും ക്ലീനിങ്ങും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും ഒരു സിവിയർ ഘട്ടം വരെ നിങ്ങൾ കാത്തിരിക്കുന്നതാണ് ചെയ്യുന്നതിൽ വരുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കാര്യം നിങ്ങൾക്ക് വ്യക്തമായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 6 മാസത്തിലൊരിക്കൽ ക്ലീനിങ് ചെയ്യുക. അത് നിങ്ങളുടെ ഓറൽ ഹൈജീൻ ഹാബിറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അത് നിങ്ങളുടെ മോണയ്ക്ക് നല്ലതാണ്, പല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് വ്യക്തമെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ഇനാമൽ നഷ്ടപ്പെടുന്നില്ല, ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി വരുന്നില്ല, അതുമാത്രമല്ല ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ പല്ലിൻ്റെ ഭാഗങ്ങൾ പൊട്ടിപ്പോകുന്നില്ല. ഇത് ഒരു നോർമലായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, അതൊരു ഹാംഫുൾ അല്ല, ഒരു നല്ല കുഴപ്പമില്ലാത്ത ഒരു സാധാരണ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതിന് വേണ്ടിയാണ്. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.